നമസ്കാരം. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സമാധാന ചർച്ചകൾ പരാജയം. ചർച്ചകൾ ധാരണയാകാതെ അവസാനിച്ചതായി US വൈസ് പ്രസിഡന്റ് JD വാൻസ് വ്യക്തമാക്കി. പ്രധാന വിഷയങ്ങളിൽ ഇപ്പോഴും വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നുണ്ടെന്നും ആണവ വിഷയങ്ങളിൽ ഇറാന്റെ ഭാഗത്തു നിന്നും കൃത്യമായ ഉറപ്പുകളൊന്നും ലഭിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. നിലവിൽ കരാറുകളൊന്നും ഇല്ലാതെ തന്നെ US പ്രതിനിധി സംഘം നിരാശരായി മടങ്ങുകയാണെന്നും അദ്ദേഹം അറിയിച്ചു. 21 മണിക്കൂറിലേറെ മാരത്തൺ ചർച്ച നടന്നു. റെഡ് ലൈൻ നിശ്ചയിച്ചെന്നും ഇറാൻ ആണവായുധം ഉണ്ടാക്കരുത് എന്നതാണ് പ്രധാനമെന്നും US വൈസ് പ്രസിഡന്റ് പറഞ്ഞു. ഇത് അമേരിക്കയുടെ അവസാനത്തെ ഏറ്റവും മികച്ച ഓഫറാണെന്നും ഇറാൻ സ്വീകരിക്കുമോ എന്ന് അറിയാൻ കാത്തിരിക്കുന്നുവെന്നും JD വാൻസ് പ്രതികരിച്ചു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായും ഭരണകൂടത്തിലെ മറ്റു ഉദ്യോഗസ്ഥരുമായും ചർച്ചകൾക്കിടെ നിരന്തര സമ്പർക്കം പുലർത്തിയിരുന്നതായും വാൻസ് വ്യക്തമാക്കി. അമേരിക്കയുമായിട്ടുള്ള ചർച്ചകൾ കരാറില്ലാതെ അവസാനിച്ചതായി ഇറാനിയൻ വാർത്താ ഏജൻസികളും സ്ഥിരീകരിച്ചു. US-ന്റെ അമിതമായ ആവശ്യങ്ങൾ പൊതുവായ ഒരു ചട്ടക്കൂട് രൂപപ്പെടുത്തുന്നതിന് തടസ്സമുണ്ടാക്കിയെന്നും ഇറാൻ അധികൃതർ പറഞ്ഞു. ചർച്ചകൾ തൽക്കാലം അവസാനിച്ചതായും ഇരുപക്ഷത്തു നിന്നുള്ള സാങ്കേതിക വിദഗ്ധർ രേഖകൾ കൈമാറുമെന്നും ഇറാൻ സർക്കാർ സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. ചില അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും ചർച്ചകൾ തുടരുമെന്ന് പോസ്റ്റിൽ പറയുന്നുണ്ടെങ്കിലും ഇതെപ്പോൾ പുനരാരംഭിക്കുമെന്ന് വ്യക്തമായിട്ടില്ല. ഞായറാഴ്ചയും ചർച്ചകൾ തുടരുമെന്ന് ഇറാൻ സ്റ്റേറ്റ് TV റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു. ഇതിനു പിന്നാലെയാണ് തങ്ങൾ മടങ്ങിയാണെന്ന് JD വാൻസ് പ്രതികരിച്ചിരിക്കുന്നത്. അതേസമയം ചർച്ച ഹോർമുസ് കടലിടുക്ക് പ്രശ്നത്തിൽ തട്ടി നിൽക്കുകയാണെന്നാണ് ഇറാൻ കേന്ദ്രങ്ങൾ സൂചിപ്പിക്കുന്നത്. ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള ഗതാഗത അവകാശങ്ങൾ, ഇറാന്റെ ആണവ അവകാശങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെന്നും ഇറാൻ അധികൃതർ കൂട്ടിച്ചേർത്തു. ചർച്ച പരാജയപ്പെട്ടതോടെ ഇറാനും US-ഉം തമ്മിലുണ്ടാക്കിയ 2 ആഴ്ചത്തെ വെടിനിർത്തലും അനിശ്ചിതത്വത്തിലായിട്ടുണ്ട്. 40 ദിവസത്തിലേറെയായി തുടരുന്ന പശ്ചിമേഷ്യൻ യുദ്ധത്തിൽ ഒത്തുതീർപ്പിലെത്താൻ കഴിയാതെ ചർച്ചകൾ വഴിമുട്ടിയ സാഹചര്യമാണ് ഇതോടെ സംജാതമായിരിക്കുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇനി എന്ത് എന്ന ചോദ്യമാണ് ഉയരുന്നത്. ഇറാന്റെ യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങളും ആണവ നിലയങ്ങളും നേരത്തെ തന്നെ തകർക്കപ്പെട്ടതാണ്. എന്നാൽ ഭാവിയിൽ ആണവായുധങ്ങൾ നിർമ്മിക്കില്ലെന്ന ഉറപ്പ് നൽകാൻ ഇറാൻ വിസമ്മതിക്കുന്നതായിട്ടാണ് വാൻസ് വ്യക്തമാക്കിയത്. ഇതുകൂടാതെ ഹോർമുസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ചർച്ച പരാജയമാകാൻ ഇടയാക്കി. ചർച്ചകളുടെ ഫലം എന്തുതന്നെയായാലും തങ്ങൾ ഇറാനെ പൂർണ്ണമായി തോൽപ്പിച്ചു കഴിഞ്ഞതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുൻപ് അവകാശപ്പെട്ടിരുന്നു. ഇറാനെ ഞങ്ങൾ സൈനികമായി തകർത്തു. അവരുടെ നാവികസേനയും വ്യോമസേനയും റഡാർ സംവിധാനങ്ങളും നിർവീര്യമാക്കി. അവരുടെ നേതാക്കളെല്ലാം കൊല്ലപ്പെട്ടു. ഇനി കരാർ ഉണ്ടായാലും ഇല്ലെങ്കിലും അമേരിക്കയ്ക്ക് ഒന്നുമില്ലെന്നായിരുന്നു ട്രംപിന്റെ അവകാശവാദം. പേർഷ്യൻ ഗൾഫിലെ തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്കിലെ തടസ്സങ്ങൾ നീക്കുന്നതായിരുന്നു ചർച്ചയിലെ പ്രധാന വിഷയം. ഇറാൻ വിതറിയ മൈനുകൾ കാരണം ഈ പാത ഇപ്പോഴും ഭാഗികമായി അടഞ്ഞുകിടക്കുകയാണ്. സ്വന്തം മൈനുകൾ എവിടെയൊക്കെയുണ്ടെന്ന ധാരണ ഇറാന് തന്നെ നഷ്ടപ്പെട്ടതായിട്ടാണ് റിപ്പോർട്ടുകൾ. നിലവിൽ US നാവികസേന ഇവിടെ മൈനുകൾ നീക്കം ചെയ്യാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. ഇന്ധന ടാങ്കറുകൾ അമേരിക്കൻ തീരങ്ങളിലേക്ക് സുരക്ഷിതമായി എന്ന കാഴ്ച മനോഹരമാണെന്നായിരുന്നു ട്രംപ് പ്രതികരിച്ചത്. അതേസമയം നിയന്ത്രണങ്ങളോടെ ഹോർമുസ് കടലിടുക്ക് തുറന്നതായി ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അറിയിച്ചിരുന്നു. ഹോർമുസിൽ ഇറാൻ സ്ഥാപിച്ച മൈനുകൾ നീക്കം ചെയ്യാൻ ആരംഭിച്ചതായി US സേന അവകാശപ്പെട്ടെങ്കിലും കടലിടുക്കിലൂടെ സൈനിക കപ്പലുകൾ അനുവദിച്ചിട്ടില്ലെന്ന് ഇറാൻ പ്രതികരിച്ചിട്ടുണ്ട്. യുദ്ധക്കപ്പലുകൾ കടന്നുപോകാൻ അനുവദിക്കില്ലെന്നും ചരക്ക് കപ്പലുകൾക്ക് മാത്രമാണ് അനുമതി നൽകുക എന്നുമാണ് ഇറാൻ നിലപാട്. അമേരിക്കയുമായിട്ടുള്ള ചർച്ചകൾ കരാറില്ലാതെ അവസാനിച്ചതായി ഇറാനിയൻ വാർത്താ ഏജൻസികളും നിലവിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്.